ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത ഡിഗ്രി പ്രാഥമിക പരീക്ഷയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡിഗ്രി യോഗ്യതയുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരള PSC നടത്തുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടെ അതിന്റെ മെയിൻസ് പരീക്ഷയിലേക്ക് എത്താനും പിന്നീട് മെയിൻസ് പരീക്ഷയാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കോടുകൂടി ഈ കേരളത്തിലെ ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടി അഡ്വോക്ക് ലേണിംഗ് ആപ്പിൽ കൊടുത്തിരിക്കുന്ന ആരംഭം എന്ന് പറയുന്ന ഈ കോഴ്സിനകത്ത് എന്തെല്ലാമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഇതൊരു ഡിഗ്രി പ്രാഥമിക പരീക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ ഈ പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നടത്തപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി വരുന്നത്? ഡേ 1 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ കോഴ്സിനകത്ത് ഓപ്പൺ ചെയ്ത് കയറി കണ്ടൻസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ 1 എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ഡേ 1-നകത്ത് എന്തെല്ലാം ഉണ്ടാകും? ഒരു 6 മുതൽ 8 വരെയുള്ള വീഡിയോ ക്ലാസ്സുകൾ. ഈ വീഡിയോ ക്ലാസ്സുകളെല്ലാം 20 മുതൽ 25 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. അല്ലാതെ 1 മണിക്കൂറിന്റെയോ 2 മണിക്കൂറിന്റെയോ ഒരു വിദ്യാർത്ഥിക്ക് താങ്ങാൻ സാധിക്കാത്തതുപോലെയുള്ള നീളമുള്ള ക്ലാസ് ഒന്നുമല്ല. 20 to 25 മിനിറ്റ് ഒരു സാധാരണ വ്യക്തിക്ക് നല്ല രീതിയിൽ ഗ്രേറ്റ് എടുക്കാൻ സാധിക്കുന്ന, നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് സൈക്കോളജിക്കലി 20 മുതൽ 25 മിനിറ്റ് ആണ്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെല്ലാം കൃത്യമായിട്ടുള്ള PDF നോട്ട് നിങ്ങളിലേക്ക് എത്തും. അത് വെറുതെ PPT നമ്മൾ പഠിപ്പിച്ച PPT ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്, പകരം കൃത്യമായിട്ടുള്ള PDF നോട്ടുകൾ, വളരെ മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. സോ ഒരു ദിവസത്തെ ക്ലാസ്സിൽ എന്തെല്ലാം ഉണ്ടാവും? 6 മുതൽ 8 വരെയുള്ള വീഡിയോ ക്ലാസ്സുകൾ, അതുകൂടാതെ അതിന്റെ PDF നോട്ടുകൾ, അതുകൂടാതെ ഡെയിലി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് സ്ലൈഡ്സ്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഒരു 5-10 പോയിന്റ് ഉള്ള ഓരോ സ്ലൈഡുകൾ വീതം നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ തരും. ഇതുകൂടാതെ വൊക്കാബുലറി സ്ലൈഡുകൾ, ഇംഗ്ലീഷും മലയാളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷിലെ കുറച്ച് വൊക്കാബുലറികളും മലയാളത്തിലെ കുറച്ച് വൊക്കാബുലറികളും ഉൾപ്പെടുന്ന വൊക്കാബുലറി സ്ലൈഡുകൾ നിങ്ങൾക്ക് തരും. ഇതുകൂടാതെ ഡെയിലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തെല്ലാം പഠിച്ചു, എത്രത്തോളം ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാ? അത് റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഏത് എക്സാമിന് പഠിച്ചോളൂ, റിവിഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് തന്നെ പഠിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. റിവിഷൻ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസത്തെ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ ചെയ്യുക, അതിന്റെ റിവിഷൻ ടെസ്റ്റിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ റിവിഷൻ എന്ന് പറയുന്നത് എടുത്തു വെക്കുക. വെറുതെ ഡെയിലി റിവിഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. റിവിഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം പഠിച്ചു, അത് അന്ന് തന്നെ റിവൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ദിവസം പഠിച്ചത് നെക്സ്റ്റ് ഡേ മോർണിംഗ് റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയുണ്ടാവോ? അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന സമയത്ത് അന്നെന്നോ റിവൈസ് ചെയ്ത് ഓർമ്മയുണ്ടാവോ? ഇല്ല. സോ നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യണം? ഡെയിലി റിവൈസ് ചെയ്തതിന് ശേഷം വീക്കെൻഡിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീക്ക്ലി റിവിഷൻ ടെസ്റ്റുകൾ തരും. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്യില്ല, പകരം കഴിഞ്ഞ 5 ദിവസം എന്ത് പഠിച്ചോ അതെല്ലാം കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലകത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് 2 ദിവസം നിങ്ങൾക്ക് സമയം തരും. സോ അതിന് ടൈം തന്നെ വേണം, റിവൈസ് ചെയ്യാൻ ടൈം വേണം. അല്ലാതെ നമ്മൾ വിചാരിക്കും എന്തിനാ 2 ദിവസം, ആ ദിവസം കൂടി കുറെ ഒന്നും കൂടി പഠിച്ചാലോ. വെറുതെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല കാര്യം, പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം പോവാൻ. സോ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീക്ക്ലി റിവിഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ 4 ആഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒരു മാസം, 4 ആഴ്ചകളിലെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി റിവിഷൻ മസ്റ്റ് ആണ്. കഴിഞ്ഞ ഒരു മാസം എന്ത് പഠിച്ചോ അതെല്ലാം അടുത്ത ഒരു ആഴ്ച സമയമെടുത്തുകൊണ്ട്, അതിന് സമയമെടുക്കുക തന്നെ വേണം, ഒരാഴ്ചയോളം സമയം എടുത്തുകൊണ്ട് കഴിഞ്ഞ മാസം പഠിച്ചതെല്ലാം വീണ്ടും റിവൈസ് ചെയ്തെടുക്കണം.
മനസ്സിലായോ? ഇതെല്ലാം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ ഡെയിലി കുറെ കാര്യങ്ങൾ പഠിച്ചു, പിറ്റേ ദിവസം പഠിച്ചു, നെക്സ്റ്റ് ഡേ പഠിച്ചു, ഇങ്ങനെ മാസങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന ഒരുപക്ഷെ വർഷങ്ങളായോ പഞ്ചവത്സര പദ്ധതി പോലെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, ജോലി കിട്ടില്ല. സോ ജോലി കിട്ടണമെങ്കിൽ സിസ്റ്റമാറ്റിക് റിവിഷൻ അത്യാവശ്യമാണ്. ആ തരത്തിലാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ. അത് നമ്മുടെ കോഴ്സ് 210 ദിവസത്തെ ആയിരിക്കും. 210 ദിവസം കൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം വരെ എത്ര ദിവസങ്ങളുണ്ടോ അത്രയും ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ടോപ്പിക് വൈസ് ക്ലാസ്സസ്. നമ്മുടെ ഈ ഡേ വൈസ് തരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ടോപ്പിക് ആയിട്ട് ഫോൾഡറിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജോഗ്രഫി ആണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 2 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോഗ്രഫി എല്ലാ ക്ലാസ്സുകളും ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3 മുതൽ ഓരോ ഡേ വൈസ് ഫോൾഡറുകൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടോപ്പിക് വൈസ് ഫോൾഡറിൽ പോയി ജോഗ്രഫി എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രഫിയുടെ ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴാണ്? ഓരോ ദിവസങ്ങളും കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഡേ 1 കഴിയുമ്പോൾ ടോപ്പിക് വൈസിൽ എന്താ ഉണ്ടാവുള്ളൂ? ഡേ 1 എന്ത് പഠിപ്പിച്ചോ അത് മാത്രമായിരിക്കും. ഡേ 2 കഴിയുമ്പോഴോ ഡേ 1 ഡേ 2 എന്ത് പഠിപ്പിച്ചോ ഇതെല്ലാം ടോപ്പിക് വൈസിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ഈ ടോപ്പിക്കുകളെല്ലാം കവേർഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലെ സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലേക്ക് ആ ആപ്പ് മാറിയിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണ്ടേ, NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണ്ടേ, അതിന്റെ സെപ്പറേറ്റ് ക്ലാസ്സുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ പഠിക്കുക, NCERT ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ പഠിക്കുക, റാങ്ക് ഫയൽ മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ചിലർ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് ലക്ഷ്മികാന്ത് പഠിക്കണ്ടേ, ലക്ഷ്മികാന്തിന്റെ ബുക്ക് മുഴുവൻ അങ്ങോട്ട് പഠിച്ചാലോ അല്ലെ. പിന്നെ ചിലർ വന്നിട്ട് പറയും നമുക്ക് ജോഗ്രഫിയുടെ സവീന്ദർ സിംഗിന്റെ ബുക്ക് പഠിക്കണ്ടേ, മജീദ് ഹുസൈന്റെ ബുക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കും. അതുപോലെ കേരള ഹിസ്റ്ററി ശ്രീധര മേനോന്റെ ബുക്കിൽ നിന്നും പഠിക്കണ്ടേ എന്ന് പലരും ചോദിക്കും. പിന്നെ ഏതാ കറണ്ട് അഫയർ എല്ലാം വരുന്നത് PSC ബുള്ളറ്റിനിൽ നിന്നുമല്ലേ, അത് പഠിക്കണ്ടേ എന്ന് ചോദിക്കും. സോ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും നിങ്ങൾ എല്ലാവരും. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ എവിടെ നിന്നൊക്കെയോ പഠിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും? സോ നമ്മുടെ അധ്യാപകരെല്ലാം ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അതത് സബ്ജക്റ്റിനകത്ത് എവിടെ നിന്നെല്ലാം വരാൻ സാധ്യതയുണ്ടോ, SCERT വരുമോ, NCERT വരുമോ, ഈ പറഞ്ഞ മജൂദ് ഹുസൈന്റെ ബുക്കിൽ നിന്ന് വരുമോ, ശ്രീധരമേനോന്റെ ബുക്കിൽ നിന്ന് വരുന്നോ, രമേഷ് സിംഗിന്റെ ബുക്കിൽ നിന്ന് വരുന്നുണ്ടോ, ലക്ഷ്മികാന്തിന്റെ ബുക്കിൽ നിന്ന് വരുന്നുണ്ടോ, PSC ബുള്ളറ്റിൽ നിന്ന് വരുന്നുണ്ടോ, ഇതെല്ലാം തികഞ്ഞു നോക്കി കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങളുടെ അധ്യാപകർ എന്ന് പറയുന്നത് കഴിഞ്ഞ 10ഓളം വർഷങ്ങളായിട്ട് എല്ലാ അധ്യാപകരും കഴിഞ്ഞ 10ഓളം വർഷങ്ങളായിട്ട് PSC ഫീൽഡിൽ പഠിപ്പിക്കുന്നവരാണ്. അവരെ അതത് സബ്ജക്റ്റുകളിൽ ഇപ്പോൾ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ MSc ജോഗ്രഫിയും B.Edഉം സെറ്റും കഴിഞ്ഞിട്ടുള്ള ആളാണ് ജോഗ്രഫി ക്ലാസ് എടുക്കുന്നത്. മാത്തമാറ്റിക്സ് ക്ലാസ് എടുക്കുന്നത് MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടുള്ള ആള്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് എടുക്കുന്നതോ അത് LLBയും MA പൊളിറ്റിക്കൽ സയൻസും കഴിഞ്ഞിട്ടുള്ള ആള്. സിവിക്സ് എടുക്കുന്നതോ MA പൊളിറ്റിക്കൽ സയൻസും MPhilഉം സെറ്റും B.Edഉം കഴിഞ്ഞിട്ടുള്ള ആള്. അങ്ങനെ തുടങ്ങി ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എടുക്കുന്നത് അതത് സബ്ജക്റ്റുകൾ പ്രാഗൽഭ്യം തെളിയിച്ച അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റ് അറിഞ്ഞ് പഠിച്ചിട്ടുള്ളവർ, അതോടൊപ്പം PSC പരീക്ഷകളിൽ എഴുതി പ്രിപ്പയർ ചെയ്തവരും പല റാങ്ക് ലിസ്റ്റുകളിൽ വന്നവരും ചില ജോലികളിൽ കയറി റിസൈൻ ചെയ്തവരുൾപ്പെടെ ജോലി കരസ്ഥമാക്കിയവരുൾപ്പെടെ അങ്ങനെ തുടങ്ങി PSCയുടെ സർവ്വ മേഖലകളിൽ തെളിഞ്ഞു നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് തരുന്ന കണ്ടന്റിൽ നിങ്ങൾ വിശ്വസിക്കുക, കൃത്യമായി പഠിക്കുക, ഞങ്ങൾ പറയുന്നത് പോലെ കൃത്യമായി പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കുകൾ, മികച്ച മാർക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും. ഇതുകൂടാതെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ വരാമെന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ വരും. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് അല്ലെ, അതിന്റെ PDF നോട്ടുകളാണ്. അപ്പോ നമുക്ക് എങ്ങനെ സംശയങ്ങൾ ചോദിക്കാം? സോ നിങ്ങളുടെ ആപ്പിനകത്ത് ചാറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ആ ചാറ്റ് സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേഴ്സണലി നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. അതത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു വർഷമാകത്തെ 2025 എന്ന് ആശംസിച്ചുകൊണ്ട് സോ വെൽക്കം ടു അഡ്ഹോക് ലേണിംഗ്. എവരിബഡി നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടുക. മാറിയ PSC മാറ്റത്തോടെ പഠിക്കാം.